അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങളുടെ സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അല്ലാഹു കണ്ടുമരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമളാനിൻ്റെ 6ാമത്തെ നോമ്പാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നുപോയ പോരായ്മകൾ മുഴുവനും അല്ലാഹു പുറത്തു തന്ന് അൽഹംദുലില്ലാ അല്ലാഹു അർഹമായ പ്രതിഫലം എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിൻ്റെ 6ാമത്തെ ദിനം നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്ത് നേടിയെടുക്കാൻ തന്ന 6 ദിനങ്ങളാണ് നമ്മളിൽ നിന്ന് വിട പറയുന്നത്. നമുക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരിശുദ്ധമായ റമളാൻ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ മാസം. അല്ലാഹും അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിച്ച മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും, നമുക്കറിയാം, അമുസ്ലിമീങ്ങൾ പോലും നോമ്പ് പിടിക്കാറുണ്ട്. രോഗം പിടിച്ച് കിടക്കുന്നവർ പോലും, പ്രായമുള്ളവർ പോലും നോമ്പ് പിടിക്കുന്നു. പക്ഷേ നമ്മളിൽ പലർക്കും, ആരോഗ്യമുള്ള പലരും ഈ മാസത്തിൻ്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടം തോന്നുന്നു. പരസ്യമായി നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ, വീടി വലിക്കുന്നവരെ നമുക്ക് കാണാം. അവർക്കൊരു കുഴപ്പവുമില്ല, നോമ്പ് പിടിക്കൽ അവർക്ക് നിർബന്ധമാണ്. പ്രായപൂർത്തിയായ മുസ്ലിമായ ആരോഗ്യമുള്ള എല്ലാവർക്കും നോമ്പ് പിടിക്കൽ നിർബന്ധമാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബോധപൂർവം കാരണമായി നോമ്പ് പിടിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കൊരു കാരണവുമില്ല, ഇസ്ലാം പറയുന്ന ഒരു കാരണവുമില്ലാതെ നോമ്പ് പിടിക്കാത്ത പലരുമുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, അതിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. ഈ നോമ്പ് നിസാര കാര്യങ്ങളുടെ പേരിൽ ഉപേക്ഷിക്കുന്നവർക്ക് അവർക്കതിൻ്റെ ഗൗരവം മനസ്സിലാകാഞ്ഞിട്ടാണ്. അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഫ്തറ യൗമൻ മിൻ റമളാന ഫീ ഗൈരി റുഖ്സത്തിൻ റഖസല്ലാഹു ലഹു ലം യഖ്ലി അൻഹു സിയാമദ് ദഹരി കുല്ലിഹി വ ഇൻ സാമഹു. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു അനുവദിച്ച ഇളവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ റമളാനിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പ് ഉപേക്ഷിച്ചാൽ, അല്ലാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നോമ്പ് പിടിക്കാതിരിക്കാൻ. ചില ലറൂറത്തിൻ്റെ ഘട്ടങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഭയം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, പടച്ചവനെ നോമ്പിന് തടസ്സമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് അല്ലാഹു അവർക്ക് നോമ്പ് പിടിക്കണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാത്തവർക്ക് മുഴുവനും നോമ്പ് നിർബന്ധമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും നിസാര ഒരു കാര്യത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നോമ്പ് ഉപേക്ഷിച്ചാൽ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു വർഷക്കാലം മുഴുവനും ഒരു നോമ്പിന് പകരമായിട്ട് ഒരു കൊല്ലം മുഴുവനും ആ മനുഷ്യൻ നോമ്പ് പിടിച്ചാലും ആ റമളാനിലെ ഒരു നോമ്പിന് പകരമാകില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു നോമ്പിന് പകരമാവുകയില്ല. കാരണം അതാണ് നോമ്പ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ റമളാനിൻ്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ, ഈ നോമ്പിൻ്റെ മഹത്വം ആരെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ വർഷം മുഴുവനും റമളാനാകാൻ അവൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് പരിശുദ്ധമായ റമളാൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു നോമ്പിന് പകരം ഒരു കൊല്ലം നോമ്പ് പിടിച്ചാലും അതിന് പകരമാകില്ല. ഇമാം ദഹബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, വഇൻദൽ മുഅ്മിനി മുഖററുൻ അന്നമാ തറക്ക സൗമ റമളാന ബിലാ മറളിൻ അന്നഹു ശർറും മിനസ്സാനി വമുദ്മിൽ ഖംർ ബൽ യഷ്കൂന ഫിൽ ഇസ്ലാമി വയളുന്നൂന ബിഹി. മഹാനായ ഇമാം ദഹബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, കാരണങ്ങളില്ലാതെ, കാരണം കൂടാതെ ഒരാൾ നോമ്പ് ഉപേക്ഷിക്കുന്ന പക്ഷം അവൻ വ്യഭിചാരിയെക്കാളും മദ്യപാനിയെക്കാളും, എൻ്റെ പ്രിയപ്പെട്ടവരെ, നീചനാവുകയാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, എല്ലാം ഉണ്ടായിട്ടും ഏതെങ്കിലും ഒരു മനുഷ്യൻ നോമ്പിനെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ വ്യഭിചാരിയെക്കാളും വൃത്തികെട്ടവനാ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, നിത്യമായിട്ട് കള്ളുകുടിച്ച് നടക്കുന്നവൻ, ആ കള്ളുകുടിയനെക്കാളും മോശക്കാരനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ റമളാനിൽ നോമ്പ് പിടിക്കാത്തവനെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇമാം ദഹബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്നു, അവൻ ഇസ്ലാം ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടതിരിക്കുന്നു. അവനൊരു യഥാർത്ഥ മുസ്ലിമാണോ, അവൻ ഈമാനുള്ളവനാണോ, അവൻ ഈമാനുള്ളവനാണോ എന്ന് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ മുസ്ലിമാണോ എന്ന് പോലും സംശയിക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്ന് മഹാന ഇമാം ദഹബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, റമളാൻ മാസത്തിലെ നോമ്പ് കാഫിരീങ്ങൾ പോലും പിടിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൊച്ചുകുട്ടികളും രോഗികളും എത്രയോ പേര് പിടിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്കതൊക്കെ നിസ്സാരം സാധാരണ നോമ്പ് പോലെയായി നമ്മൾ കാണുന്നു. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ പ്രായമുള്ള രോഗികൾ പോലും നോമ്പ് പിടിക്കുന്നു. നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്ത് പോകേണ്ടവരാണെന്നുള്ള ബോധം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുമില്ലല്ലോ, നമുക്കാർക്കും ഓർമ്മയില്ലല്ലോ. ചരിത്രത്തിൽ കാണാം, ഒരു പ്രായമായൊരു മനുഷ്യൻ വളരെ ആരോഗ്യമില്ലാത്ത രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായി വയസ്സായ ഒരു പിതാവ് നോമ്പ് പിടിക്കുന്നത് കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്നബിബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളോട് ഒരാൾ ചോദിക്കുകയാ, ഇന്നക ശൈഖുൻ ഖബീറുൻ വ ഇന്നക സായിമുൻ യുളൈഫുക, നിങ്ങൾ പ്രായമുള്ള ഒരു വൃദ്ധനാണല്ലോ, പ്രായം ചെന്ന ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുമുള്ള ഒരാളാണല്ലോ, നിങ്ങൾക്ക് നോമ്പ് പിടിക്കൽ നിർബന്ധമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നോമ്പ് പിടിക്കാതിരിക്കാനുള്ള ഇളവുകൾ നൽകിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കുന്നത്? അഹ്നബിന് ഖൈസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞ ഒരു മറുപടി, പടച്ചവനെ, പ്രായം ചെന്ന മുടിയൊക്കെ നരച്ചുപോയ ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളുമായി കഴിയുന്ന ആ പ്രായമുള്ള പിതാവിനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ നോമ്പ് പിടിക്കുന്നത്? അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ നോമ്പ് പിടിക്കണ്ട, നിങ്ങൾക്ക് വിട്ടുവീഴ്ചയുണ്ടല്ലോ. മഹാൻ സമയത്ത് പറയുകയാണ്, അയ്യു അഖി ഇന്നക്കി ഉഇദ്ദുഹു ലിസഫറിൻ ത്വീലൻ വസ്വബ്റു അലാ തഅത്തില്ലാ സുബ്ഹാനഹു അഹ്വനു മിൻ സ്വബ്രി അലാ അദാബിഹി. സഹോദര, അവിടെ നിന്ന് പറഞ്ഞ മനുഷ്യനോട് മഹാനായ ഖൈസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, സഹോദര, അവിടെ നിന്ന് പറയുകയാണ്, ദീർഘമായ ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് ഞാൻ തയ്യാറെടുക്കുന്നത്. എൻ്റെ യാത്ര ഒരിക്കലും അവസാനിക്കാത്ത ഒരു വലിയ ദൈർഘ്യമുള്ള യാത്രയാണ്. ആ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൽ പ്രയാസം സഹിക്കേണ്ടതുണ്ട്. യാത്രയിൽ നമ്മൾ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം. അപ്പോൾ വളരെ പ്രയാസകരമായ കാര്യമാണ് അനുഭവിച്ചുകൊണ്ട്. പക്ഷേ ആ മനുഷ്യൻ പറയുകയാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷ, നോമ്പ് പിടിക്കുന്ന സമയത്ത് പ്രായമായ രോഗം പിടിച്ച ബുദ്ധിമുട്ടുകളുള്ള ഞാൻ നോമ്പ് പിടിക്കുന്നതിലൂടെ എനിക്കൊരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമുണ്ട്. അൽഹംദുലില്ലാ, അതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുമല്ലോ, ക്ഷമിക്കാൻ പറ്റുമല്ലോ. പക്ഷേ അള്ളാഹുവിൻ്റെ ഭയാനകമായ അദാബുകൾ, നരകങ്ങൾ, ആ നരകത്തിൻ്റെ ശിക്ഷ, പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന രംഗം, സിറാത്തും മീസാനും, ഈ ഭയാനകമായ അദാബുകളൊന്നും ഈ പ്രായം ചെന്ന എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇതൊക്കെയല്ലേ താങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ നാളെ അള്ളാഹുവിൻ്റെ അദാബുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇതൊക്കെ നിസാരമാണല്ലോ എന്ന് പ്രായം ചെന്ന വൃദ്ധനായ മഹാനായ ഖൈസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരോഗ്യത്തോടുകൂടി നടക്കുന്ന, അള്ളാഹു കയ്യും കണ്ണും കാലും ആരോഗ്യവും ഒരു രോഗവും തരാത്തവൻ, ചെറുപ്രായക്കാർ പോലും നോമ്പ് പിടിക്കാതെ അലസത കാണിച്ച് പരസ്യമായി ഭക്ഷണം കഴിച്ച് നടക്കുന്ന എത്രയോ പേരുണ്ട്. ഇവർക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വലിയ ശിക്ഷയാണ് അള്ളാഹു ഇവർക്ക് കൊടുക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വപ്നം കാണുകയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നൊരു സ്വപ്നം കണ്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, രണ്ട് പേര് അന്നബി ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബൈനനാ അന നായിമുൻ അതാനി റജുലാൻ, ഞാൻ കടന്നുറങ്ങുമ്പോൾ രണ്ടാൾക്കാർ എൻ്റെ അടുക്കൽ വന്നു, രണ്ട് മലക്കുകൾ എൻ്റെ അടുക്കൽ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുണർത്തിയിട്ട് കയറാൻ കഴിയാത്ത ഒരു പർവ്വതത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ്. ഒരു പർവ്വതത്തിൻ്റെ മുന്നിലെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറാൻ. മുത്തുനബി പറഞ്ഞു, എനിക്ക് കഴിയില്ല, പ്രയാസമാ, ഞങ്ങൾ സഹായിക്കാൻ നബിയെ. റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പർവ്വതത്തിൻ്റെ മുകൾ തട്ടിലേക്ക് അവിടെ നിന്ന് അവർ വിളിച്ചു കൊണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പർവ്വതത്തിലേക്ക് കടന്നു പോകുമ്പോൾ വല്ലാത്ത നിലവിളി കേൾക്കുന്നു, വല്ലാത്ത രോദനങ്ങൾ കേൾക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, എവിടെ നിന്നാ ഈ ശബ്ദം? അത് നരകവാസികൾ കരയുന്നതാണ്, അവരുടെ വിലാപമാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പർവ്വതത്തിൻ്റെ മുകൾ തട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോൾ, പടച്ചവനെ, സുമ്മ അവിടെ നിന്ന് പറയുന്നു, ഫൈദാ അന ബിഖൗമിൻ മുഅല്ലഖീന ബിഅറാഖിഹിം, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, കാലിൻ്റെ മടമ്പം കാലിലെ നരമ്പിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വളച്ചു കെട്ടിയിരിക്കുന്നൊരവസ്ഥ, വായിലൂടെ രക്തം ഇങ്ങനെ വലിച്ചൊടയ്ക്കുന്നു, അവരുടെ വാ മുഴുവനും കീറിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിലവിളിച്ചുകൊണ്ട്
കൊണ്ട് നാവും വായിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് കടന്ന് നിലവിളിക്കുന്ന ഒരു വിഭാഗത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരലോകത്തെ നാളെ ആ യാത്രയിൽ അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങൾ കാണുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, ആരാ ഇവരാരാ, ഇവരെന്ത് പാപം ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു ഇത്രയും വലിയ ശിക്ഷ കൊടുക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, ജനങ്ങൾ നോമ്പ് മുറിക്കുന്നതിന് മുമ്പ് മുറിച്ചവരാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നോമ്പ് ഭക്ഷണം കഴിച്ച് നടന്നവരാണ്, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ ഇതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ശിക്ഷയുടെ കാഠിന്യമാണ് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന അവസരം, നന്മകൾ നേടാൻ നമുക്ക് തന്നിരിക്കുന്ന നന്മയുടെ പൂക്കാലം പാഴാക്കി കളയാതെ നന്മകൾ അധികമായി ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി ഈ ലോകത്തുള്ള യാത്ര മനോഹരമാക്കാൻ പരിശ്രമിക്കുക. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന രണ്ടാമത്തെ സമയം ഫജ്റിൻ്റെ സമയമാണ്. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്ന സുബഹിക്ക് മുമ്പുള്ള സമയം, ഇടയത്താഴം കഴിക്കുന്ന സമയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്താഴത്തിൻ്റെ സമയത്ത് ദുആയ്ക്ക് ഉത്തരമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യ്. അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരും. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ദുആ ചെയ്യ്. ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ദിവസം ഞാനും നിങ്ങളും ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓരോ ദിവസവും അമലുകൾ കൂടുതൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂടപ്പുറപ്പുകൾ, കുടുംബക്കാർ, ഉസ്താദന്മാർ, കൂട്ടുകാർ എല്ലാവരുടെയും മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു നോമ്പ് പോലും പിടിക്കാൻ കഴിയാതെ പ്രയാസത്തിൽ കഴിയുന്ന രോഗികൾ അല്ലാഹു അവർക്ക് പരിപൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ ഈ സാധുവായി എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം, ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.